നമ്മളിപ്പോ യാസീൻ ഓതി പോകുമ്പോൾ ഇതൊക്കെ ആലോചിക്കാറുണ്ടോ? അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥാനാണ് ഇപ്പൊ ഓതി. നമ്മളങ്ങനെ അടിച്ചു വിടല്ലേ, വേഗം തീരണ്ടേ? അടച്ചോനെ, യാസീൻ 2 മിനിറ്റ് ലേറ്റ് ആയിട്ടാണല്ലോ ഓടുന്നത് അല്ലേ? ഒന്ന് സ്ലോ ഓതി കഴിഞ്ഞാൽ തന്നെ ധൃതിയിൽ ഓതരുത്. പ്രത്യേകിച്ച് ഉസ്താദന്മാരോടെ പറഞ്ഞു കൊടുക്കാനുള്ളത്. നേതൃത്വം കൊടുക്കുന്നവരാണ് ഈ സ്പീഡിൽ ഓതുന്നത്. അതാണ് പ്രശ്നം. സാവധാനം ഓതുക. അള്ളാഹുവിന്റെ ഉറത്തിലിൽ ഖുർആന തർത്തീല, വളരെ മനോഹരായിട്ട് ആശയങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഓതണം എന്നാണ്. അതിന് സമയം ഉണ്ടാകുമ്പോൾ ഓതിയാൽ മതി. സമയം തിരക്കാണ്, ആയിക്കോട്ടെ പോയിക്കോട്ടെ. നമ്മൾ എന്തേലും സമയം കണ്ടെത്തണം, ധൃതി പിടിച്ച് ചെയ്യരുത്. ഇൻഷാ അല്ലാഹ്. للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. ഞാൻ 2 വാക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. റബ്ബക ഫകബ്ബിർ പറഞ്ഞു നോക്കി. അത് തിരിച്ചു വായിച്ചു നോക്കി. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വായിച്ചു നോക്കി. റബ്ബക ഫകബ്ബിർ എഴുതി വെച്ചാലേ അറിയുള്ളൂ അല്ലേ? നോക്കി. റബ്ബക ഫകബ്ബിർ ഫീ കുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ. ഈ കുല്ലുൻ ഫീ ഫലക് പറഞ്ഞു നോക്കി. കുല്ലുൻ ഫീ ഫലക്. അത് തിരിച്ചു വായിച്ചു നോക്കി ബാക്കോട്ട്. കുല്ലുൻ ഫീ ഫലക് തന്നെ കിട്ടുക. റബ്ബക ഫകബ്ബിർ, റബ്ബക ഫകബ്ബിർ, റബ്ബക ഫകബ്ബിർ. നബിയെ, അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹുവിനെ അങ്ങ് ഒരുപാട് ഒരുപാട് മഹോന്നതനായിട്ട് വാഴ്ത്തണം കേട്ടോ നബിയെ. റബ്ബക ഫകബ്ബിർ. അത് തിരിച്ചും മറിച്ചും, അത് ഇങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും അള്ളാഹുവിനെ ബഹുമാനിക്കണം. കുല്ലുൻ ഫീ ഫലകിൻ, എല്ലാം ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട ഓർബിറ്റുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുല്ലുൻ ഫീ ഫലകിൻ. തിരിച്ചു വായിച്ചാലും അങ്ങനെ തന്നെ. കുല്ലുൻ ഫീ ഫലകിൻ, എല്ലാം നിരന്തരമായ ചലനത്തിലാണ്. നിരന്തരമായി റബ്ബക ഫകബ്ബിർ, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. എല്ലാം ചലനത്തിലാണ്. എപ്പോഴും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. തിരിച്ചും മറിച്ചും എപ്പോഴും അള്ളാഹുവിനെ വാഴ്ത്തിക്കോളൂ. റബ്ബക ഫകബ്ബിർ. കുല്ലുൻ ഫീ ഫലക്, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ചലനത്തിലാണ്. കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. ഇവിടെ അല്ലാഹു തആല പറയാൻ പോകുന്ന വിഷയം ലശംസു യംബഗി ലഹാ. സൂര്യന് ഭൂഷണമല്ല, സൂര്യന് ചെയ്യാവതല്ല. അൻ തുദിരിക്കൽ ഖമറ, ചന്ദ്രനെ പ്രാപിക്കുക സൂര്യനെ കൊണ്ട് സാധ്യമല്ല. ലശംസു യംബഗി ലഹാ അൻ തുദിരിക്കൽ ഖമർ. ചന്ദ്രനെ പിടിക്കാൻ സൂര്യനെ കൊണ്ട് കഴിയില്ല. ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യാൻ സൂര്യനെ കൊണ്ട് കഴിയില്ല. കാരണം ചന്ദ്രന്റെ സ്പീഡ് ഒന്ന് വേറെയാണ്, സൂര്യന്റെ സ്പീഡ് ഒന്ന് വേറെയാണ്. ഒരു ചന്ദ്രൻ ഉദിക്കാതെ, ഒരു രാവില്ലാതെ ഒരു പകലിനെ, അതിന്റെ 2 പകലുകൾ ഒരുമിച്ച് കൊണ്ടുവരാൻ അതും കഴിയില്ല. സൂര്യന് ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇദ്റാഖ് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുക എന്ന് പറയും. അദ്റക ഫുലാനൻ, ഒരാളെ പിടിച്ചു വെച്ചു എന്ന് പറയും. സൂര്യൻ ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ, സൂര്യന് ചന്ദ്രനെ പിടിച്ചു വെക്കാവതല്ല. അങ്ങനെ അതിനർത്ഥം കൊടുത്താൽ വലിയൊരു മുഅ്ജിസത്തിലേക്കുള്ള സൂചനയാണ്, വലിയൊരു മഹാത്ഭുതമുള്ള ഒരു വൃത്താന്തം അല്ലാഹു ചർച്ച ചെയ്യാൻ. സൂര്യന് ചന്ദ്രനെ പിടിക്കാൻ കഴിയില്ല. പക്ഷേ ചന്ദ്രനെ പിടിക്കാനുള്ള കഴിവ് സൂര്യൻ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ചന്ദ്രനേക്കാളും ആകർഷണ ശക്തി കൂടുതലാണ്, എത്രയോ ആയിരക്കണക്കിന് മടങ്ങ് കൂടുതലാണ് സൂര്യന്. ആ സൂര്യൻ തന്റെ ഗ്രാവിറ്റി ഉപയോഗിച്ച് ചന്ദ്രനെ അടുത്തേക്ക് വലിക്കുകയാണെങ്കിൽ ഭൂമിയിലെ മാസങ്ങൾ താളം തെറ്റും, ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങൾ താളം തെറ്റും, ചന്ദ്രന്റെ സഞ്ചാരപഥത്തെ അത് ബാധിക്കും. സൂര്യൻ അതിനെ പിടിച്ചു വലിക്കൂല. വലിക്കാനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട്, പക്ഷേ സൂര്യൻ അത് ചെയ്യുന്നില്ല. ഇതൊരു വലിയ അത്ഭുതമാണ്. അതിന്റെ കൃത്യമായ ഡിസ്റ്റൻസിൽ അല്ലാഹു കൊണ്ടുവച്ചതും ആ ഡിസ്റ്റൻസ് ഭേദിക്കാത്ത വിധത്തിൽ രണ്ടിനെയും അല്ലാഹു ചലിപ്പിക്കുന്നതും അല്ലാഹുവിന്റെ സംവിധാനമാണ്. വേണമെങ്കിൽ സൂര്യൻ ഒന്ന് വലിച്ചാൽ മതി, ഭൂമിയേക്കാളും പെട്ടെന്ന് ചന്ദ്രനെ പിടിച്ചു വലിച്ചാൽ കിട്ടും. കാരണം ചന്ദ്രൻ ഭാരം കുറവാ ഭൂമിയേക്കാൾ. ചന്ദ്രൻ ഭൂമിയെക്കാളും ഗ്രാവിറ്റി കുറവാണ്, സൂര്യനേക്കാൾ എത്രയോ കുറവാണ് ഗ്രാവിറ്റി. നമ്മളൊരു വലിയ ഒരാളെ പിടിച്ചു വലിക്കുന്നത് കുട്ടിയെ വലിക്കുന്നതും പോലെ, ചന്ദ്രനെ കുട്ടിനെ പിടിക്കുന്ന പോലെ കിട്ടിയേക്കും. പക്ഷേ സൂര്യൻ അത് ചെയ്യുന്നില്ലല്ലോ. സൂര്യന് ചന്ദ്രനെ പിടിച്ചു വലിക്കൽ സൂര്യന് യോജിച്ചതല്ല, സൂര്യൻ അത് ചെയ്യൂല. ചന്ദ്രനെ പിടിച്ചു വലിച്ച് അള്ളാഹുവിന്റെ ഈ സംവിധാനത്തെ സൂര്യൻ തകരാറിലാക്കുന്നില്ല. വേണമെങ്കിൽ അത് ചെയ്യാം, പക്ഷെ സൂര്യൻ അത് ചെയ്യൂല. സൂര്യൻ
സൂര്യൻ അതിന് ചെയ്യൽ ഭൂഷണമല്ലല്ലോ. ലശംസു യംബഗി ലഹ, കഴിയില്ലല്ലോ എന്നല്ല, സൂര്യന് കഴിയും, പക്ഷെ സൂര്യൻ ചെയ്യുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആശയഭംഗി. സൂര്യന് വേണമെങ്കിൽ ചന്ദ്രനെ ഒന്നാഞ്ഞങ്ങ് പിടിച്ചു വലിച്ചാൽ ചന്ദ്രന്റെ താളം തെറ്റും. പക്ഷെ അല്ലാഹു തആല ചന്ദ്രൻ അതിന്റെ റൂട്ടിന് പോകുന്നു, സൂര്യൻ അതിന്റെ റൂട്ടിന് പോകുന്നു. വേണമെങ്കിൽ ഒന്ന് വലിച്ചാൽ കിട്ടുന്ന സാധനമാ, പക്ഷെ സൂര്യൻ അതിനെ വലിക്കുന്നില്ല. ലശംസു യംബഗി ലഹ അൻ തുദ്രികൽ ഖമർ. ആദ്യം പറഞ്ഞത് ഓവർടേക്ക് ചെയ്യാൻ പറ്റൂല, അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആശയം അതാ. പക്ഷെ അതിന് ഇങ്ങനെയും ഒരർത്ഥം മുഫസ്സിരിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി പറയുന്നത് നോക്കൂ, വലല്ലൈലു സാബിഖുൻ നഹാർ. വലല്ലൈലു രാത്രിയല്ല, സാബിഖുൻ നഹാരി പകലിനെ ഓവർടേക്ക് ചെയ്യുന്നതും അല്ല. എന്താണ് പറഞ്ഞത്? ലശംസു യംബഗി ലഹ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ. ലൈൽ രാത്രി, നഹാർ പകൽ. വലല്ലൈലു സാബിഖുൻ നഹാരി രാത്രി പകലിനെ മുൻകടക്കുന്നതും അല്ല. പകലിനെ ഓവർടേക്ക് ചെയ്യുക, ഒരു പകൽ വരുന്നതിന്റെ മുമ്പ് വേറെ ഒരു രാത്രി വരിക എന്നാണോ ആശയം? അതല്ലയോ? എന്താണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്? ഇവിടെ ഒരു അത്ഭുതകരമായ ഒരു ആശയമുള്ള ആയത്താണിത്. വലല്ലൈലു സാബിഖുൻ നഹാർ. അറബികൾ വിചാരിച്ചിരുന്നു രാത്രിയാണ് പകലിന്റെ മുമ്പ് വരുന്നത് എന്ന്. നമ്മളും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? റമദാൻ തുടങ്ങുമ്പോ എപ്പോഴാണ് അറിയുന്നത്? സൂര്യൻ അസ്തമിക്കുമ്പോ. റമദാൻ ആരംഭിച്ചു, പെരുന്നാൾ തുടങ്ങിയെപ്പോഴറിയാ? സൂര്യൻ അസ്തമിക്കുമ്പോൾ. ഒരു ദിവസം ആരംഭിക്കുന്നത് അറബുകളുടെ കണക്ക് പ്രകാരം, അറബ് കലണ്ടറിന്റെ കണക്ക് പ്രകാരം എങ്ങനെയാ? സൂര്യൻ രാത്രി തുടങ്ങുമ്പോഴാണ്. രാത്രി ആണ് ദിവസത്തിന്റെ ആരംഭം. പകൽ നഹാർ രാത്രിക്ക് ശേഷമാ വരുന്നത്. അപ്പൊ അവര് വിചാരിച്ചു, കണക്ക് കൂട്ടിപ്പോന്നു, എന്ത്? പകലിന്റെ മുമ്പാണ് രാത്രി നടക്കുന്നത്. ആ ഒരു ആശയത്തെ അല്ലാഹു തആല പൊളിച്ചെഴുതുകയാണ് ഇവിടെ. ആ ഒരാശയത്തെ അള്ളാഹു പൊളിച്ചെഴുതുകയാണ്. എങ്ങനെയെന്നറിയോ? ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പരന്ന സാധനമായിട്ടാണ് പടച്ചിരുന്നത് എങ്കിൽ, ഒരു പലകയാണ് ഭൂമി എന്ന് വിചാരിക്കുക. സൂര്യനിൽ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുത്താൽ ഇവിടെ പകലായി. പിന്നെ അങ്ങ് മറിച്ചു പിടിച്ചാൽ ഇപ്പുറത്ത് ഇരുട്ടായി. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഒരു ഭാഗത്ത് പകൽ, ഒരു ഭാഗത്ത് ഇരുട്ട്, കൃത്യമായി ഇരുട്ട്. പക്ഷെ അവിടെ ഒരു മഗ്രിബും ഒരു മശ്രിഖേ ഉണ്ടാവുള്ളൂ. മഗാരിബും റബ്ബുൽ മശാരിഖ് വൽ മഗാരിബ്, ഒരുപാട് അസ്തമയവും ഉദയവും നടക്കുന്ന ഭൂമി എന്ന് അല്ലാഹു പറഞ്ഞു. അതിന് ഭൂമി ഉരുണ്ടതാവണം, അപ്പോഴേ ഒരുപാട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒന്നേ ഉണ്ടാവും. അത് മാത്രമല്ല, അല്ലാഹു തആല ഭൂമിയെ ഒരു പകൽ, ഒരു പരന്ന സാധനമായിട്ട് പടച്ചു വെച്ചാൽ അവിടെ മറുവശത്ത് ഇരുട്ടാണ്, ഇവിടെ പകലാണ്. അപ്പൊ ഇരുട്ട് കഴിഞ്ഞിട്ട് പകല് വന്നു, പകല് കഴിഞ്ഞിട്ട് ഇരുട്ട് വന്നു എന്നൊക്കെ, ഒന്നിന് മുമ്പ് മറ്റൊന്നാണ്, അതിന്റെ ശേഷം മറ്റൊന്ന് എന്നൊക്കെ പറയാം. പക്ഷേ ഇത് രണ്ടുമല്ല. ഭൂമിയെ അള്ളാഹു ഉരുണ്ടതായിട്ടാണ് പടച്ചത്, ഗോളമായിട്ട് പടച്ചു. അള്ളാഹു തആല സൂര്യൻ ഭൂമിയിലേക്ക് തിരിച്ചപ്പോൾ തന്നെ ഒരേ സമയം ഒരു സ്ഥലത്ത് പകലും ഒരു സ്ഥലത്ത് ഇരുട്ടും വന്നു. ഒരേ സമയം, ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നല്ല, ഒന്നിനെ ഓവർടേക്ക് ചെയ്തിട്ടല്ല, മറ്റു ഒരേ സമയം സൈമൾട്ടേനിയസ്ലി അവിടെ പകലുമുണ്ട് ഇരുട്ടുമുണ്ട്. ഇങ്ങനെയാണ് അള്ളാഹു ഭൂമിയെ സംവിധാനിച്ചത് എന്നല്ലാതെ വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രി പകലിനെ മുൻകടക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ പകലിന്റെ മുമ്പ് രാത്രി ഉണ്ടായി, രാത്രിയാണ് ആദ്യമുണ്ടായത്, പിന്നെ പകലുണ്ടായി എന്ന ആശയത്തെ അള്ളാഹു പൊളിച്ചെഴുതുകയാണ്. അത് ശരിയല്ല. മനസ്സിലായോ എന്നറിയില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കണം, വലന്നഹാറു സാബിഖുൽ ലൈലി, പകല് രാത്രി ഓവർടേക്ക് ചെയ്യൂല, രാത്രി പകലിനെയും ഓവർടേക്ക് ചെയ്യൂല. ആ രണ്ടാശയം അവിടെ ഉണ്ട്. ഒന്ന് മറ്റൊന്നിനെ ഓവർടേക്ക് ചെയ്യുന്ന വിഷയമല്ല, രണ്ടും ഒരേ സമയം സംഭവിക്കുന്ന രീതിയിലാണ് അല്ലാഹു ഭൂമിയെ പടച്ചത്. പകല് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു രാത്രി വേണം, രാത്രിയാണ് തുടക്കം, പിന്നെയാണ് പകല് എന്ന ആശയം ശരിയല്ല. നമുക്ക് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. പക്ഷെ സയന്റിഫിക്കലി സ്പീക്കിംഗ്, ശാസ്ത്രീയമായിട്ട് അതിനെ സമീപിക്കുകയാണെങ്കിൽ ആ ആശയം തെറ്റാണ്. വലല്ലൈലു സാബിഖുൻ നഹാർ, അല്ലാഹു തആല ഭൂമിയെ ഒരേ സമയം രാവും പകലും ഭൂമിയിൽ അനുഭവിക്കുന്ന രീതിയിൽ, ഒരു ഭാഗത്ത് ഇരുട്ട്, ഒരു ഭാഗത്ത് വെളിച്ചം, ഒരേ സമയം അതിന് അല്ലാഹു റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരേ സമയം രാവും പകലും എന്നല്ലാതെ പകലിന്റെ മുമ്പ് രാത്രി വന്നു, രാത്രിക്ക് ശേഷം പകല് വന്നു എന്നൊന്നും അതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, ഭൂമി ഉരുണ്ടതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകളിൽ ഒരായത്താണ് ഈ ആയത്ത്.
പക്ഷെ നമ്മൾ മനസ്സിലാക്കി പോരാറുള്ളത് വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രി പകലിനെ ഓവർടേക്ക് ചെയ്യൂല എന്ന് പറഞ്ഞാൽ അടുത്തൊരു പകല് വരുന്നതിന് മുമ്പ് ഒരു രാവ് കൂടെ, 2 രാവ്, പിന്നെ ഒരു പകല്, അങ്ങനെ ഇതിന് അർത്ഥം കൊടുക്കാറുണ്ട് ഈ ആയത്തിന്. പക്ഷേ ഇവിടെ ഏറ്റവും സൂക്ഷ്മജ്ഞാനികളായ മുഫസ്സിരിങ്ങൾ കൊടുത്തുള്ള അർത്ഥം ഇതാണ്. അറബികൾ മനസ്സിലാക്കി പോന്നിരുന്ന ഒരു ആശയത്തെ അള്ളാഹു തിരുത്തുകയാണ്. രാത്രിയാണ് ആദ്യം, പിന്നെ പകൽ. അങ്ങനെ ആദ്യം പിന്നെ എന്ന് ഭൂമിയെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല. രണ്ടും ഒരേ സമയമുണ്ടല്ലോ. പകലുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അതേ സമയം രാത്രിയും അവിടെ ഉണ്ട്. വലല്ലൈലു സാബിഖുന്ന വലന്നഹാറു സാബിഖുൽ ലൈൽ. അതിന്റെ ബാക്കിയായിട്ട് അങ്ങനെ മനസ്സിലാക്കണം. പകല് രാത്രി ഓവർടേക്ക് ചെയ്യൂല, രാത്രി പകലിനെയും ഓവർടേക്ക്. ആരും ആരെയും ഓവർടേക്ക് ചെയ്യുകയല്ല. അള്ളാഹു രണ്ടിനെയും ഒരേ സമയം സൃഷ്ടിച്ചവനാണ്. സുബ്ഹാനക യാ റബ്ബ്, നീ പരിശുദ്ധനാണ് റബ്ബേ. സുബ്ഹാനക യാ റബ്ബ്. ആ രാത്രിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ രാത്രിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ എത്ര രാവുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഈ രാവും പകലും എന്ന പ്രോസസ്. ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. യസ്ബഹൂൻ നീന്തുകയാണ്, യുസബ്ബിഹൂൻ തസ്ബീഹ് ചൊല്ലുകയാണ്. രണ്ടും സമാനമായ ആശയങ്ങളാണ്, സമാനമായ വാക്കുകൾ. കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും ഈ പ്രപഞ്ചത്തിൽ നീന്തുകയാണ്. നീന്തുക എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായ വെള്ളത്തിൽ മനുഷ്യൻ അനങ്ങുന്നതിനാണ്, അല്ലെ? അതിനാണ് നമ്മൾ നീന്തുക എന്ന് പറയാം. ഹാർഡായ ഒരു ഐസിന്റെ മേലെ നീന്താൻ പറ്റുമോ? ഇല്ല. വളരെ സോഫ്റ്റായ വെള്ളത്തിൽ നീന്തുമ്പോ, അല്ലെ? ഹാർഡായ വെള്ളമാണ് ഐസ്, അതിന്റെ മേലെ നീന്താൻ പറ്റില്ല, എഴയാനേ പറ്റുള്ളൂ. നീന്തുകയാണ് സോഫ്റ്റായിട്ട്. അതായത് ഒരു ഭൂമിയിലൂടെ നടക്കുന്ന പോലെയല്ല ഗോളങ്ങളുടെ ചലനം. നമ്മൾ നടക്കുകയാണെങ്കിൽ വളരെ ലെവലിലാണ് നടക്കുക, അല്ലെ? ഈ ഫ്ലോർ നടക്കുകയാണെങ്കിൽ നേരെയാണ്. പക്ഷെ നീന്തുമ്പോൾ അങ്ങനെയാണോ? നമ്മൾ താഴെയും മേലെയും പൊങ്ങി, ഈ രീതിയിലാണ് പ്രപഞ്ച ഗോളങ്ങൾ മുഴുവനും സഞ്ചരിക്കുന്നത്. താഴെയും പൊങ്ങിയും നീന്തുന്ന പോലെ സ്വിമ്മിംഗ് മോഷൻ. ഇങ്ങനെയാണ് ഗോളങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലായത്. ഗോളങ്ങൾ നീന്തുന്ന രീതിയിലാണ്. ഓൾ മൂവിംഗ് ഇൻ എ സ്വിമ്മിംഗ് മോഷൻ. നമുക്കത് അറിഞ്ഞിരുന്നില്ല. ഖുർആൻ അത് വളരെ നേരത്തെ നമുക്ക് പറഞ്ഞു. കുല്ലുൻ ഫീ ഫലകിൻ, എല്ലാം ഓരോന്നും ഓർബിറ്റിലാണ്. കുല്ലുൻ ഫീ ഫലക്, തിരിച്ചു വായിച്ചാലും കുല്ലുൻ ഫീ ഫലക്, എല്ലാം ചലനത്തിലാണ്, അതിന്റെ ഓർബിറ്റുകളിൽ. യസ്ബഹൂൻ, നീന്തുകയാണ്. ആ നീന്തൽ അവകൾ അള്ളാഹുവിന് ചെയ്യുന്ന തസ്ബീഹുകളുമാണ്. അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. സൂര്യൻ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചന്ദ്രന് തസ്ബീഹുണ്ട്, ആടുമാടുകൾക്ക് തസ്ബീഹുണ്ട്, അല്ലെ? തവളകളെ കൊല്ലരുത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തവളകളെ കൊല്ലരുത്, കാരണം അതിന്റെ ശബ്ദം തസ്ബീഹാൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കോഴികൾ കൂവുന്ന സമയം ശ്രദ്ധിക്കണം. ഫഇന്നഹാ റഅത് മലക്കൻ, അത് ഒരു മലക്കിനെ കാണുമ്പോഴാണ് കൂവുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴുതകൾ ശബ്ദിക്കുന്ന നേരം നിങ്ങൾ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കണം. കാരണം ഫഇന്നഹാ റഅത് ശൈത്താനൻ, ഒരു പിശാചിനെ കാണുമ്പോഴാണ് അത് ശബ്ദിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോന്നിനും കല്ലുകൾക്ക് അള്ളാഹുവിനെ പേടിയുള്ള കല്ലുകളുണ്ട്. നമ്മൾ പാറ മരുന്ന് വെച്ച് പൊട്ടിക്കുന്ന കല്ലുകളുണ്ടല്ലോ, ആ കല്ലുകൾക്ക് പോലും അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്ന കല്ലുകളാണത്.